കാർഷിക വാർത്തകൾ. കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന വിളകൾക്ക് കൂടുതൽ സ്വീകാര്യത നൽകണമെന്ന് RBI. പച്ചക്കറി വിലയിലുണ്ടാകുന്ന വർധന പണപ്പെരുപ്പത്തിന് കാരണമാകുമെന്നും RBI. പച്ചക്കറി വിലകൾ കൂടുതൽ അസ്ഥിരത പ്രകടിപ്പിക്കുന്നുവെന്നും ഇന്ത്യയുടെ ഭക്ഷ്യപണപ്പെരുപ്പത്തിന് ഇത് കാരണമാകുന്നുവെന്നും പഠനം അടിവരയിടുന്നു. പച്ചക്കറി വിലയിലുണ്ടാകുന്ന വർധന ഉപഭോക്തൃ വില സൂചിക പണപ്പെരുപ്പത്തിന്റെ 6.04 വെയിറ്റേജോളം വരും. കാലാവസ്ഥാ വ്യതിയാനത്തിന് പച്ചക്കറി വിലയിൽ ഗണ്യമായ സ്വാധീനമുണ്ടെന്നാണ് RBI റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. കാലാവസ്ഥ മൂലമുള്ള വിളനാശം കുറയ്ക്കുന്നതിന് മികച്ച പ്രതിരോധശേഷിയുള്ള വിളകൾക്ക് പ്രാധാന്യം നൽകണമെന്ന് RBI വ്യക്തമാക്കുന്നു. 2025-26 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച ഉയർന്ന വിളവ് നൽകുന്ന വിത്തുകൾക്കായുള്ള ദേശീയ ദൗത്യം ഈ പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. സീസണൽ സ്വഭാവം കാരണം പച്ചക്കറി വില വർധനവിന് വിവിധ ഘടകങ്ങൾ കാരണമാകുമ്പോൾ വഴുതന പോലുള്ള ചില പച്ചക്കറികൾക്കായി വർഷം മുഴുവനും വളരുന്ന ഇനങ്ങൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്ന് ICAR-ലെ പ്രധാന ശാസ്ത്രജ്ഞനായ ഡോക്ടർ വിക്രമാദിത്യ പാണ്ഡെ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പാകിസ്ഥാന്റെ അരി കയറ്റുമതി പ്രതിസന്ധിയിൽ. ആഭ്യന്തര ബാഹ്യ സംഘർഷങ്ങളാണ് പാകിസ്ഥാന്റെ അരി വിപണിക്ക് വിനയായത്. ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം വഷളായതും ആഭ്യന്തര കലഹങ്ങളും പാകിസ്ഥാന്റെ കയറ്റുമതി വിപണിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഏപ്രിൽ മാസത്തിൽ കയറ്റുമതി 44,000 ടണ്ണിൽ താഴെയായി കുറഞ്ഞു. ജൂൺ വരെയുള്ള പാകിസ്ഥാന്റെ നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണിതെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാൻ വ്യക്തമാക്കുന്നു. ഏപ്രിൽ മാസത്തിലെ കയറ്റുമതി മാന്ദ്യത്തിന് പ്രധാനമായും കാരണം ബസുമതി അരി കയറ്റുമതിയുടെ പ്രധാന മാർഗമായ ഇറാൻ അതിർത്തി താൽക്കാലികമായി അടച്ചതുമായി ബന്ധപ്പെട്ടതാണെന്ന് റിപ്പോർട്ടുകൾ. പാകിസ്ഥാന്റെ പല തുറമുഖങ്ങളുടെയും പ്രവർത്തനം താറുമാറായ അവസ്ഥയാണ്. കണ്ടെയ്നറുകൾ കെട്ടിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. സിന്ധു ജല ഉടമ്പടി വിഷയം മൂലം പാകിസ്ഥാന്റെ നെൽകൃഷി പ്രദേശങ്ങൾക്ക് വെള്ളം ലഭിക്കില്ല. ഇത് ഖരീഫ്, റാബി നെൽകൃഷികളെയും ബാധിച്ചേക്കാമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊപ്രയാട്ട് വ്യവസായ രംഗത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇറക്കുമതി നയം പരിഷ്കരിക്കണമെന്ന ആവശ്യം ശക്തം. നിലവിൽ വെളിച്ചെണ്ണ കയറ്റുമതി നടത്തുന്ന ബഹുരാഷ്ട്ര കമ്പനികൾ മാത്രമാണ് വിദേശ കൊപ്ര ഇറക്കുമതി ചെയ്യുന്നത്. കയറ്റുമതിക്ക് ആനുപാതികമായി നികുതിരഹിതമായി അവർക്ക് വിദേശ ചരക്ക് യഥേഷ്ടം ഇറക്കുമതി നടത്താം. എന്നാൽ ഉയർന്ന നികുതി നൽകി കൊപ്ര ഇറക്കുമതിക്കുള്ള സാമ്പത്തിക അടിത്തറ കേരളത്തിലെ മില്ലുകൾക്കില്ലെന്നാണ് കൊച്ചിൻ ഓയിൽ മർച്ചന്റ് അസോസിയേഷൻ മുൻ പ്രസിഡന്റും ഡയറക്ടറുമായ പ്രകാശ് റാവു പറഞ്ഞു. ആയിരക്കണക്കിന് ചെറുകിട മില്ലുകളുണ്ടെങ്കിലും അവരിൽ ഭൂരിഭാഗവും പച്ചത്തേങ്ങ ശേഖരിച്ച കൊപ്രയാക്കി അതിൽ നിന്നുള്ള വെളിച്ചെണ്ണയാണ് വിൽപ്പന നടത്തുന്നത്. പ്രതികൂല കാലാവസ്ഥയിൽ സംസ്ഥാനത്ത് നാളികേര ഉൽപാദനം 35% ചുരുങ്ങിയതോടെ പല മില്ലുകളുടെയും പ്രവർത്തനങ്ങളും സ്തംഭിച്ചു. 25% മില്ലുകൾ ഭാഗികമായി ഉൽപാദനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ വാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ വില കിൻഡലിന് 1,400 രൂപ ഉയർന്ന് 28,800 രൂപയിലെത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ജനിതക മാറ്റത്തിലൂടെ വികസിപ്പിച്ച പുതിയ നെല്ലിനങ്ങൾ വികസിപ്പിച്ച് ICAR. ഇവ കൃഷി ചെയ്യാൻ കുറച്ചു വെള്ളം മതി. പുതിയ നെൽവിത്ത് 2 വർഷത്തിനുള്ളിൽ കർഷകരിലേക്ക് എത്തും. ജനിതക പരിഷ്കരണത്തിലൂടെ പുതിയ 2 നെൽവിത്തിനങ്ങൾ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച്. മറ്റു നെല്ലിനങ്ങളെ അപേക്ഷിച്ച് കുറവ് വെള്ളം മതിയെന്നതാണ് ഈ നെല്ലിനങ്ങളുടെ പ്രത്യേകത. 20 മുതൽ 30% വരെ അധിക വിളവും ലഭിക്കുമെന്നാണ് ഗവേഷണം ഉറപ്പു നൽകുന്നത്. 2 വർഷത്തിനുള്ളിൽ വിത്ത് കർഷകർക്ക് ലഭ്യമാകും. DRR ധാൻ 100 എന്ന കമല, പുസ DST റൈസ് 1 എന്നിങ്ങനെ 2 നെല്ലിനങ്ങളാണ് ICAR-ലെ ഗവേഷകർ വികസിപ്പിച്ചെടുത്തത്. 50 ലക്ഷം ഹെക്ടറിൽ ഈ നെല്ലിനങ്ങൾ കൃഷി ചെയ്യുകയാണെങ്കിൽ 7,500 ദശലക്ഷം ക്യൂബിക് മീറ്റർ ജലം ലാഭിക്കാൻ കഴിയും. മാത്രമല്ല 4.5 ദശലക്ഷം ടൺ നെൽ അധികമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നും ഇവർ അവകാശപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊടുങ്ങല്ലൂരിൽ ചെലവ് കുറഞ്ഞ കൃഷിരീതിയുടെ ഭാഗമായി കർഷകർ 1.7 ടൺ കക്കയിറച്ചി വിളവെടുത്തു. കേന്ദ്ര സമുദ്ര മത്സ്യബന്ധന ഗവേഷണ സ്ഥാപനത്തിന്റെ സഹായത്തോടെ പട്ടികജാതി കുടുംബങ്ങളാണ് കൃഷി ചെയ്തത്. പട്ടികജാതി കുടുംബങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പദ്ധതി. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് CMFRI 15 പട്ടികജാതി കുടുംബങ്ങൾക്കായി ഒറ്റ പൈപ്പുകൾ കൊണ്ട് നിർമ്മിച്ച 2 കക്ക ഫാമുകൾ സ്ഥാപിച്ചത്.
സമൂഹത്തിൽ ഈ ചെലവ് കുറഞ്ഞ കൃഷിരീതി ജനപ്രിയമാക്കാനുള്ള CMFRIയുടെ ശ്രമങ്ങളുടെ ഭാഗമാണിത്. മികച്ച വിളവെടുപ്പാണ് കർഷകർക്ക് കിട്ടിയത്. ഷെൽ ഓൺ കക്കകൾക്ക് കിലോഗ്രാമിന് 200 രൂപ മുതൽ 250 രൂപ വരെ വിപണി വില ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റിയുടെ പുതിയ ഡയറക്ടറായി ഡോക്ടർ റാംമോഹൻ MKയെ നിയമിച്ചു. 2003 ഡോക്ടർ റാംമോഹൻ സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റിയുടെ ഭാഗമാകുന്നത്. മാർക്കറ്റിംഗ്, ഗുണനിലവാര വിഭാഗം, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിൽ പ്രധാന ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ടോക്കിയോ റെസിഡന്റ് ഡയറക്ടർ എന്ന നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മിഡ്കോൺ സീ ഫുഡ് പാർക്ക് ഇന്ത്യ ലിമിറ്റഡ്, ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവയുടെ ഡയറക്ടർ ബോർഡുകളിലും അദ്ദേഹം അംഗമാണ്. കുസാറ്റുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള CMFRIയുടെ മാരികൾച്ചറൽ ബിരുദാനന്തര ബിരുദവും മുംബൈയിലെ ICAR CIFEയിൽ നിന്ന് PhDയും നേടിയിട്ടുണ്ട്. സമുദ്രോൽപ്പന്ന കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റിന്റെ വാണിജ്യ മന്ത്രാലയത്തിന് കീഴിൽ 1972 MPEDA സ്ഥാപിതമാകുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുക, ഗുണനിലവാരമുള്ള സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഉറപ്പാക്കുന്നതിനായുള്ള നിയന്ത്രണ അതോറിറ്റിയുമായി പ്രവർത്തിക്കുക തുടങ്ങിയ സേവനങ്ങളാണ് MPEDA വാഗ്ദാനം ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.